ഷിയാസിന് എവിടെയിൽ നിന്ന് മത്സരിച്ചിട്ട് MLA ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം അതിന് ചില പരിമിതികളുണ്ട്. അത് കൊച്ചിയിൽ നിന്നാൽ ഷിയാസിന് ജയിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു വെച്ചുമാറൽ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സീറ്റുകളിലൊന്നാണ് കളമശ്ശേരി. കോൺഗ്രസും ലീഗും തമ്മിലും ചില പ്രശ്നങ്ങളുണ്ട്. ഒരു അൺടച്ചബിലിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അവർ ഐക്യത്തോടു കൂടി നിന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് ആരാണെന്നുള്ളൊരു ചോദ്യം വരും. അവർ കോൺഗ്രസിന് ആ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലീഗുകാർ പാലം ഭരിക്കും. എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് നിന്നുള്ള ഒരു ലീഗുകാരനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഓർക്കൂടെ പിടിച്ചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊച്ചി സീറ്റും കളമശ്ശേരി സീറ്റും തമ്മിൽ വെച്ച് പറയാനുള്ള സാധ്യതയുടെ വാതിലുകൾ അടഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. നമസ്കാരം. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന കളമശ്ശേരി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നു, മുഹമ്മദ് ഷിയാസ് അവിടെ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? അല്ല, കോൺഗ്രസിനും പിന്നെ മുസ്ലിം ലീഗിനും ഇടയിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ. കാരണം ഷിയാസിന് ഇടയിൽ നിന്ന് മത്സരിച്ചിട്ട് MLA ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം അതിന് ചില പരിമിതികളുണ്ട്. അത് കൊച്ചിയിൽ നിന്നാൽ ഷിയാസിന് ജയിക്കാൻ പറ്റില്ല. കളമശ്ശേരിയിൽ ലീഗിനകത്ത് ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ആണ് ഷിയാസും ആയിട്ട് ബന്ധപ്പെട്ട ടീം നോക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു വെച്ചുമാറൽ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സീറ്റുകളിലൊന്നാണ് കളമശ്ശേരി. ആദ്യം മട്ടാഞ്ചേരി ആകുമ്പോൾ അവിടെയായിരുന്നു പിന്നെ നമ്മളിപ്പോൾ അന്തരിച്ചു പോയ മുൻ മന്ത്രി BK ഇബ്രാഹിം കുഞ്ഞും മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് 2008 മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം 2011 2016 അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത് കളമശ്ശേരിയിൽ നിന്നാണ്. കളമശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹത്തിനെതിരെ ഒരുപാട് പിന്നെ വിഷയങ്ങൾ, പാലാരിവട്ടം പാലം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം മണ്ഡലത്തിലെ ആളുകളുടെ വിഷയങ്ങൾക്കകത്ത് സജീവമായിട്ട് ഇടപെട്ടിരുന്നു. അതുമാത്രമല്ല, മലപ്പുറം ജില്ല ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, രാമന്തോൾ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മുസ്ലിം ലീഗിന് ആകെ ഉണ്ടായിരുന്നൊരു MLA ആണ്. അവരുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്ന ഗുരുവായൂർ അവരുടെ അടുത്ത് നിന്ന് പോയി. അങ്ങനെ പിന്നീട് അവർ മത്സരിച്ച് സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകളാണുള്ളത്. അല്ലാതെ പിന്നെ അവർക്കുള്ളത് എറണാകുളം ജില്ലയിലൊരു സീറ്റേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ തിരുവനന്തപുരം വരെ പോയി കഴിഞ്ഞാൽ പുനലൂർ വരെ അവർ സ്ഥിരമായി മത്സരിച്ച് തോക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മലപ്പുറം ജില്ലയ്ക്ക് ഇപ്പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ, മലബാർ കഴിഞ്ഞു കഴിഞ്ഞാൽ, മലപ്പുറം ജില്ലയുടെ അതിര് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാലക്കാട് മലപ്പുറം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ തൃശ്ശൂരേക്ക് എത്തിക്കഴിഞ്ഞാൽ എടുത്തു പറയുന്ന നേതാക്കന്മാർ വളരെ കുറവായതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ അഹമ്മദ് കബീർ നല്ലൊരു നേതാവാണ്. അഹമ്മദ് കബീർ അദ്ദേഹം മലപ്പുറത്ത് പോയിട്ടാണ് മത്സരിച്ച് വിജയിച്ച MLA ആയത്, മങ്കടമണ്ഡലത്തിൽ നിന്ന്. യൂനുസ് കുഞ്ഞുണ്ടായിരുന്നു, അദ്ദേഹം കൊല്ലംകാരനാണ്, കശുവണ്ടി വ്യവസായമൊക്കെ ആയിരുന്നു. അദ്ദേഹവും ഇവിടെ നിന്നിട്ട് അങ്ങനെ ജയിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിലൊക്കെ ഒരു അത്ഭുതപരമായിട്ട് നിന്നിട്ടുള്ളത് ഇബ്രാഹിം കുഞ്ഞാണ്. അവരുടെ സേട്ട് ഉണ്ടായിരുന്നു ഇവിടെ. അവരൊക്കെ ക്ലച്ച് പിടിക്കാതെ പോവുകയാണ് ചെയ്തത്. അതിൻ്റെ പരിമിതികളുണ്ടായിരുന്നു. അപ്പം ഒന്ന് കോൺഗ്രസ് ചില സമയത്ത്, ഇപ്പോൾ നമുക്കറിയാലോ, പിന്നെ പണ്ട് വാഹിദ് തന്നെ ലീഗിന് സീറ്റ് കൊടുത്തപ്പോൾ അവിടെ റിബലായിട്ട് മത്സരിക്കുന്ന സ്ഥിതി തിരുവനന്തപുരം ജില്ലയിലുണ്ടായി. അങ്ങനെയാണ് കോൺഗ്രസിൽ റിബലായിട്ട് മത്സരിച്ച് ജയിച്ചു. പിന്നെ അടുത്ത തവണ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മാറി. അപ്പം ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഷിയാസ് വന്നു നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം ഷിയാസിനെതിരായിട്ടുണ്ട്. അത് ഷിയാസ് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാക്കുന്നുണ്ടാവില്ല, ചിരിച്ചുകൊണ്ട് കാണിക്കുന്നു എന്നുണ്ടെങ്കിലും നമുക്കറിയാവുന്ന ചില വിവരങ്ങളുണ്ട് ആളുകളുടെ അടുത്ത് നിന്ന്. രണ്ട്, ഷിയാസ് വന്നു നിന്ന് കഴിഞ്ഞാൽ ലീഗുകാർ പാലം ഭരിക്കും. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. പിന്നെ അവിടെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ VE അബ്ദുൽ ഗഫൂറിനെ, ലീഗുകാരൻ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തെ നിർത്തുക എന്നുള്ളതാണ്. അപ്പം പറയുമ്പം അതിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ഒരു വശത്ത് നടക്കുന്നുണ്ട്, PR വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ആ PR വർക്ക് നടക്കുമ്പോൾ അവർ പറയുന്നത് G കാർത്തികേയന് ശേഷം ശബരിനാഥൻ വന്നില്ലേ, K മുരളീധരൻ K കരുണാകരൻ്റെ മകനല്ലേ വന്നില്ലേ, അതേപോലെ തന്നെ PK അബ്ദുറബ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഔക്കാദർ കുട്ടിനഖ പിന്നെ ഉയർന്ന നേതാവായിരുന്നില്ലേ, വന്നില്ലേ, PK ബഷീറിൻ്റെ പിതാവ് സീതി ഹാജി നേതാവായിരുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് PK ബഷീർ വന്നില്ലേ, CH മുഹമ്മദ് കോയയുടെ മകൻ MK മുനീർ വന്നില്ലേ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സമീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അവിടെ VE അബ്ദുൽ ഗഫൂർ നിന്നാൽ. കളമശ്ശേരിയിൽ അബ്ദുൽ ഗഫൂർ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണ അബ്ദുൽ ഗഫൂറിനോട് എതിർപ്പുണ്ട്. സത്യത്തിൽ ഇബ്രാഹിം കുഞ്ഞിനോട് എതിർപ്പ് ചില ആളുകൾക്ക് മുസ്ലിം ലീഗിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നു. ആ എതിർപ്പിൻ്റെ പിന്നെ ആനുകൂല്യം കിട്ടിയിട്ടാണ് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് P രാജീവ് മത്സരിച്ച് വിജയിക്കുന്നത്. ഇത്തവണ ആ സീറ്റ് വേണമെങ്കിൽ കളമശ്ശേരി അവർക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. കാരണം കളമശ്ശേരി മുനിസിപ്പാലിറ്റി, അതിനകത്തുള്ള പല പഞ്ചായത്തുകളിൽ UDF വലിയൊരു രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ പഞ്ചായത്ത് വരെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ UDF നിൽക്കുന്ന സമയത്ത് അവർക്ക് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പറ്റുന്ന ഏറ്റവും നമ്പർ 1 ആളെന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി നിന്നാൽ ജയിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ഫൈറ്റാണ് വരിക. അപ്പുറത്ത് രാജീവാണ്, നല്ലൊരു ഫൈറ്റ് നടക്കും. ആ ഫൈറ്റ് നടക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മണ്ഡലത്തിൽ തന്നെ ചുറ്റി നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും UDF പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനർ എന്നുള്ള രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും പോകേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച ബാക്കി 139 മണ്ഡലങ്ങളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി കളമശ്ശേരിയിൽ നിൽക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരുടെ സ്റ്റാർ ക്യാമ്പയിനറാണ്, പിന്നെ സെക്കുലറാണ്. അപ്പോൾ ആ രീതിയിൽ കുഞ്ഞാലിക്കുട്ടിയെ കേരളത്തിൻ്റെ പാറശാല തൊട്ട് മഞ്ചേശ്വരം വരെയുള്ള സകല മണ്ഡലങ്ങളിലും കൊണ്ടു നടക്കേണ്ടതാണ്. VD സതീശനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെയൊക്കെ തന്നെ കേരളത്തിൽ ആകെ ക്യാമ്പയിൻ നടത്തേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്ഥലത്ത്
അവിടെ എല്ലായിടത്തും വീട് കയറാനും എല്ലാ പഞ്ചായത്തിലും പര്യടനം നടത്താനും ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയം വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തെ മലപ്പുറം ജില്ലയ്ക്കകത്ത് ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ പുറത്തുനിന്ന് പോയി ഒരു ദിവസം ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ഒരു വാഹന പര്യടനം നടത്തി കഴിഞ്ഞാൽ വോട്ട് കുഞ്ഞാലിക്കുട്ടിയാണ്, അത് നമ്മളെ കുഞ്ഞാപ്പ എന്ന് പറഞ്ഞിട്ട് അവിടെ വോട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു മണ്ഡലത്തിലാവും അദ്ദേഹത്തെ നിർത്തുക. അദ്ദേഹത്തിന്റെ ശേഷി ബാക്കിയുള്ള മണ്ഡലങ്ങളിലും കൂടി ഉപയോഗിക്കണം എന്നുള്ള നിലയ്ക്കും. അങ്ങനെ വരുമ്പോൾ പിന്നീട് അവരുടെ മുമ്പിലുള്ള ആളുകളുടെ സാധ്യതകൾ എന്താണെന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, പുനലൂർ തന്നെ കഴിഞ്ഞ തവണ അബ്ദുറഹിമാൻ രണ്ടത്താണി പോയി നിന്നു, ഒരു കാര്യം ഉണ്ടായില്ല. അതേസമയം പറ്റുന്ന ചില ആളുകളുണ്ട്, ഈ സ്റ്റാർ വാല്യൂ ഉള്ള നേതാക്കന്മാരുണ്ട്, കേരളം മുഴുവൻ അറിയുന്ന ചില നേതാക്കന്മാർ. ഇപ്പോൾ PK അബ്ദുൾ റബ്ബിനെ വേണമെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് 3 ടൈമൊക്കെ പൂർത്തീകരിച്ചപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ചില്ല, അദ്ദേഹത്തെ വേണമെങ്കിൽ കളമശ്ശേരിയിൽ പരീക്ഷിക്കാവുന്നതാണ്. PK അബ്ദുൾ റബ്ബ് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്, മന്ത്രിയായിരുന്നു, ഒക്കെ ആയിരുന്നു PK അബ്ദുൾ റബ്ബ്. KN ഖാദർ പല കൊണ്ടോട്ടിയിൽ നിന്നും പള്ളിക്കുന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് മത്സരിച്ച് വിജയിച്ച് വേങ്ങരയൊന്നും ജയിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഗുരുവായൂർ നിന്നിട്ട് തോറ്റു. KN ഖാദറിനും ഒരു മുഖവുരയുടെ ആവശ്യമില്ല, ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാൻഡിഡേറ്റ് KN ഖാദറിനെ അറിയാത്തവരാരുമില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വളരെ സെക്കുലറാണ്. അദ്ദേഹത്തിന്റെ ഭാരതീയ ദർശനത്തെക്കുറിച്ചും ബാക്കിയുള്ളതിനെക്കുറിച്ചും നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കണ്ടാൽ തന്നെ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് വോട്ട് ചെയ്യും. അതിനകത്ത് ജാതി മത പരിഗണനകൾക്കപ്പുറത്ത്, കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് പോലും അപ്പുറത്ത് ആളുകളുടെ വോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് KN ഖാദറിനെ അവർക്ക് പരീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് നിർത്താൻ പറ്റുന്ന ഒരാളാണ് ഷാഫി ചാലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാഫി ചാലിയൻ ചാനൽ ചർച്ചകളിലൂടെ വളരെ PK അബ്ദുൾ റബ്ബ് മുൻ മന്ത്രിയാണ്, പലതവണ MLA ആയി. KN ഖാദർ പല ഭാഗത്തുനിന്ന് MLA ആയി, പ്രഭാഷകനാണ്, ഒരു സാമൂഹിക നിരീക്ഷകനാണ്, കേവലമായ രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനപ്പുറത്ത് നിൽക്കുന്നതാണ് ഷാഫി ചാലിയൻ. വളരെ അഗ്രസീവായിട്ട് അവരുടെ വിഷയങ്ങൾ മുസ്ലിം ലീഗിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ ചാനൽ ചർച്ചകൾ സജീവ സാന്നിധ്യമാകുമ്പോൾ യാഥാസ്ഥിതികത്വത്തിനെതിരെ പോരടിക്കുന്ന ഒരാളും കൂടിയാണ്. കാരണം പുള്ളി എപ്പോഴും പിന്നെ ഒരു പുരോഗമന രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഷാഫി ചാലിയത്തിന്റെ ചർച്ചകൾ കണ്ടാലേ, പിന്നെ ചില സ്ഥലത്തൊക്കെ പോയിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവനവൻ്റെ രാഷ്ട്രീയ പാർട്ടിനെ ന്യായീകരിക്കുക എന്നുള്ളത്, അതിപ്പോൾ CPM പോയാലും കോൺഗ്രസിന് പോയാലും ലീഗിന് പോയാലും BJP പോയാലും അത് വേണ്ടി വരും. അപ്പോൾ ഒരു വക്കീലിന്റെ പണിയെടുക്കുമ്പം ഇന്റെ കക്ഷിയാണ് ശരി എന്നുള്ളത് സ്ഥാപിക്കേണ്ടി വരും, അത് ന്യായീകരിക്കേണ്ട ഗതികളുണ്ടാവും. അപ്പം പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുന്നു, പലതിനും ന്യായീകരിക്കേണ്ടി വരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാൽ തന്നെ വളരെ ആഴത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കണം. മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒക്കെ പല പഠന ക്യാമ്പുകളിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്ന ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ. KN ഖാദറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഡെപ്തിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, അതേപോലെ തന്നെ ഈ നവോത്ഥാനം, അതേപോലെ തന്നെ ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ മനസ്സ് തട്ടുന്ന രീതിയിൽ ഉള്ള, നമ്മൾ ഹെയർ ടച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഹൃദയസ്പർശിയായ ഭാഷയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. നല്ല ഒറേറ്ററാണ്, നല്ല ഡിബേറ്ററാണ് ഷാഫി ചാലി എന്ന് പറഞ്ഞാലും ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാരാ ഷാഫി ചാലി എന്നാരും ചോദിക്കില്ല, ഇതാരാ KN ഖാദർ എന്നാരും ചോദിക്കില്ല, ഇതാരാ PK അബ്ദുൾ റബ്ബ് എന്നാരും ചോദിക്കില്ല. അതേപോലെ തന്നെ നിർത്താൻ പറ്റുന്ന വേറൊരാളാണ് എം ഉമ്മർ. മഞ്ചേരി MLA ആയിരുന്നു 2 തവണ. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ സീറ്റ് നിശ്ചയിക്കപ്പെട്ടു. വളരെ സൗമ്യനാണ് അദ്ദേഹം, കരുവാരകുണ്ടുകാരനാണ്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു. പിന്നീട് അദ്ദേഹം പിന്നെ സ്റ്റേറ്റ് വൈഡ് അങ്ങനെ അറിയപ്പെടുന്ന ഒരാളല്ല, പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഒരു ഓളുണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്. അതായത് ഇവിടെയുള്ള പ്രശ്നം, കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നൊരു പ്രശ്നം, കോൺഗ്രസും ലീഗും തമ്മിലും ചില പ്രശ്നങ്ങളുണ്ട്, ഒരു അൺടച്ചബിലിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അവർ ഐക്യത്തോടു കൂടി നിന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് ആരാണെന്നുള്ളൊരു ചോദ്യം വരും. അവർ കോൺഗ്രസിന് ആ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലീഗുകാർ പാലം ഭരിക്കും, രാജീവ് ജയിക്കും. ലീഗ് തന്നെ ഇനിയിപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ മകനെ നിർത്തിക്കഴിഞ്ഞാൽ മറ്റേ ഗ്രൂപ്പ് പാലം ഭരിക്കും. മറ്റേ ഗ്രൂപ്പിലുള്ള ആളെ നിർത്തിക്കഴിഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ്റെ കൂടെ താല്പര്യമുള്ള ആ ഗ്രൂപ്പ് പാലം ഭരിക്കും. ഇവിടെ ചെയ്യേണ്ടത് ഇവരെന്താ, എറണാകുളം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു ലീഗുകാരനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഓർക്കൂടെ പിടിച്ചിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ എറണാകുളം ജില്ലയ്ക്ക് പുറത്തു നിന്നൊരാൾ വരുമ്പം അപ്പോൾ പിന്നെ ഇവിടെ വൈരാഗ്യം ഇല്ലല്ലോ. ഇവിടെയുള്ളവരാകുമ്പോൾ തമ്മിൽ പാരവെക്കാൻ നിൽക്കുക. ഇപ്പം മറ്റവന് ഇവനെ കണ്ടുകൂടാ, മറ്റവനെ കണ്ടുകൂടാ എന്നുള്ള ഈ പാരവെക്കാൻ നിൽക്കും. അവിടെ ആകുമ്പോൾ പേഴ്സണൽ ഒരു ഡ്രൈവറിൽ വരുന്നില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഇല്ലാതെ പുതിയ ഒരാളിങ്ങോട്ട് വരികയാണ്. പുതിയ ഒരാളിങ്ങോട്ട് വരുമ്പം ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ കുഞ്ഞാലിക്കുട്ടിയാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയാകുമ്പോൾ പരിമിതികളുണ്ട്. കുഞ്ഞാലിക്കുട്ടി അവർ അങ്ങനത്തെ ഒരു പരീക്ഷണ മണ്ഡലത്തിലേക്ക്, ഒരു ഫൈറ്റിംഗ് സീറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഒരിക്കലും നിർത്തില്ല. ഈസി ആയിട്ട് നോമിനേഷൻ കൊടുത്താൽ ജയിച്ചു പോരുന്ന ഒരു സ്ഥലത്തേക്ക് മാത്രമേ വോട്ട് ചെയ്യാനും കൂടി പോയിട്ടില്ലെങ്കിലും ജയിച്ചു പോരാവുന്ന രീതിയിലേക്ക് അവർ നിർത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ സ്കില്ല് യൂസ് ചെയ്യേണ്ടത് ഒരു മണ്ഡലത്തിനകത്ത് തളച്ചിടപ്പെടേണ്ട ആളല്ല UDF-ന്റെ ക്യാമ്പയിനിൽ എന്നുള്ള രീതിയിൽ. പിന്നെ അവർക്ക് നിർത്താൻ പറ്റുന്ന ആൾക്കാരിൽ ഏറ്റവും പ്രമുഖരെന്നുള്ള ഇതിൽ ഈ പറഞ്ഞ ആൾക്കാർ PK അബ്ദുൾ റബ്ബ്, അല്ലെങ്കിൽ എം ഉമ്മർ, ഷാഫി ചാലിയും KN ഖാദർ. അത് തന്നെ ഷാഫി ചാലിയത്തിന് ഇതുവരെ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് അവസരം കിട്ടാത്ത ഒരാളാണ്. അങ്ങനെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നതാണ്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് സേട്ടു സാഹിബിൻ്റെ കൂടെയൊക്കെ പോയിരുന്നു തോന്നുന്നു, INL അങ്ങനെയൊക്കെ പോയിരുന്നു തോന്നുന്നു. പക്ഷേ പിന്നെ ലീഗിൽ വന്നു, ലീഗിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ മുഖമായിട്ട് മാറി. നിരന്തര സാന്നിധ്യമാണ്, ലൈവാണ്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷാഫി ചാലിയം വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിസം അവിടെ വരുന്നില്ല. KN ഖാദർ വന്നാൽ ഈ ഗ്രൂപ്പിസം അവിടെ വരുന്നില്ല. കാരണം ഇവർക്ക് ഇവരോട് അസ്പർശ്യതയില്ല.
ആ ഒരു അയിത്തം ഇവർക്കുള്ളത്. ഇവർക്ക് പരസ്പരമുള്ള ശത്രുതയുടെ ഇടയിൽ ഇവരോട് ശത്രുതയില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നാലും ശത്രുതയില്ല, KN ഖാദർ സാഹിബ് വന്നാലും ശത്രുതയില്ല, ഷാഫി ചാലിയം വന്നാലും ശത്രുതയില്ല, M ഉമ്മർ വന്നാലും ശത്രുതയില്ല. അപ്പം എറണാകുളം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെ തന്നെയാവും മുസ്ലിം ലീഗ് പരിഗണിക്കുക എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ഇതിനിടയിൽ നിലവിലെ MLA രാജീവിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? രാജീവിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ അത്യാവശ്യം വ്യക്തമായൊരു കാര്യമാണ്. പി രാജീവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ, പി രാജീവിൻ്റെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ സംസാര രീതി എന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാരന് ആക്സസ് കിട്ടാത്തൊരു സംസാര രീതിയാണ്. ബൗദ്ധിക തലത്തിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി രാജീവിനെ ശരിക്കും CPMന്റെ ഒരു ഭാവി സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആ ഒരു മെറ്റീരിയലായിട്ട് കാണുന്ന ഒരാളായാൽ, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇൻ്റലക്ച്വലായിട്ട് വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളാണ്. രാജ്യസഭയിൽ നന്നായിട്ട് തിളങ്ങിയിരുന്നു. ആ രീതിയിലുള്ള മേഖലകളിലേക്കാണ് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റിയത്. അദ്ദേഹത്തെ ആണെങ്കിൽ ദേശാഭിമാനിയുടെ പ്രസിഡന്റ് ആയിരുന്നു പണ്ട്. അദ്ദേഹത്തെ സംഘടനാ രാഷ്ട്രീയത്തിലാണ് ഉപയോഗിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആശയപരമായ പൊതുപ്രസംഗത്തിന് പോലും പറ്റിയ ആളല്ല പി രാജീവ്. ഒരു പിന്നെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോലും പറ്റിയ ആളല്ല. കാരണം മൂപ്പര് പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അത് നമുക്ക് വിവരമില്ലാത്തതുണ്ടാവും, ആ റേഞ്ചിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം മൂപ്പര് പറയുന്നത് മൂപ്പർക്കേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്ലാസ് ഓഡിയൻസിന് മാത്രമേ മനസ്സിലാവുള്ളൂ. സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പരിമിതി അദ്ദേഹത്തിനുണ്ട്. അപ്പം ആ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഗോവിന്ദ മാഷ്ക്കും ആ സാധനം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പം പി രാജീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി രാജീവിൻ്റെ ഈ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് നിയമസഭയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഫെയിലിയറാണ് അവിടെ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അത് പിന്നെ അങ്ങനെയൊരു കാര്യം ഉള്ളപ്പോൾ തന്നെയല്ലേ മണ്ഡലത്തിൽ നിന്ന് നേരത്തെ ജയിച്ചതും? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ജയിക്കാൻ കാരണം ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ നിന്നു എന്നുള്ളതും ഈ പ്രശ്നങ്ങളൊക്കെയാണ്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് സീറ്റ് വിട്ടുകൊടുത്താൽ പോലും അപ്പോഴും ലീഗുകാർ അടിപൊളി വരും. കോൺഗ്രസ് തന്നെ ഒരു ടീം വരാൻ നിൽക്കുക, കോൺഗ്രസ്സുകാരൻ ആരെയും നിന്നാൽ അതിപ്പോൾ ഷിയാസ് നിന്നാൽ ഷിയാസിനെതിരായിട്ടുള്ളൊരു വാരും, ഷിയാസ് അല്ല വേറെ ആളെ കൊണ്ട് നിർത്തി കൂട്ടിക്കോ, അപ്പോൾ ഷിയാസിൻ്റെ കൂടെ ഉള്ള ഒരു കാര്യം ഷിയാസ് പറഞ്ഞിട്ടായിക്കോണമെന്നില്ല. ഷിയാസ് DCC പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചാൽ തന്നെ പിന്നെ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് അത് കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ സംഘടനയ്ക്കകത്ത് ഇവിടെ വല്ലാതെ വിഭാഗീയത ഉണ്ടാക്കിയിട്ടുണ്ട് എറണാകുളം ജില്ലയ്ക്കകത്ത്. അത് കോർപ്പറേഷൻ്റെ പരിധിയിൽ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ. കാരണം അവർ പലരും കളക്റ്റീവായിട്ടുള്ള ഓരോ ഒപ്പീനിയനും വെച്ചിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കിട്ടുന്ന അവസരത്തിൽ പണി കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ്. അതൊരു ഫാക്റ്റാണ്. അത് നമുക്കിപ്പോൾ ഈ എല്ലാ വിങ്ങുന്നും വിവരങ്ങൾ കിട്ടാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പല സ്വകാര്യ സംഭാഷണങ്ങളും നോക്കാം, നമുക്ക് പല വിവരങ്ങളും അറിയാം. അപ്പം അങ്ങനെ വരുമ്പം ഷിയാസ് നിന്ന് കഴിഞ്ഞാൽ ഒരു കാലുവാരും, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ നിന്നാൽ കാലുവാരും, എതിർ ഗ്രൂപ്പ് നിന്നാൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ്റെ കൂടെ നിൽക്കുന്നവർ ഇബ്രാഹിം കുഞ്ഞിനോട് അനുഭവമുള്ളവർ കാലുവാരും. കാരണം കഴിഞ്ഞ തവണ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ തോപ്പിച്ചതിന് പ്രതികാരം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഇറക്കുമതി വന്നു കഴിഞ്ഞാൽ കളമശ്ശേരി മണ്ഡലം UDFന്റെ ഒരു മണ്ഡലമാണ്. അത് കഴിഞ്ഞ തവണ കിട്ടിയത് ഈ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ 2016 കിട്ടണ്ടേ? ഇടതുമുന്നണിയുടെ തരംഗം എന്ന് പറഞ്ഞിട്ട് UDFന്റെ സർക്കാർ 2011 തൊട്ട് 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരത്തിന്റെ ഗുണഭോക്താവായിട്ടാണ് ഇടതുമുന്നണി 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത്. അന്ന് VS ആണ് സ്റ്റാർ ക്യാമ്പയിനർ. അപ്പോൾ ആ സമയത്ത് VS മുഖ്യമന്ത്രിയാവുന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. പിന്നീടാണ് മൂപ്പരെ ഭരണ പരിഷ്കാര ചെയർമാനാക്കുന്നത്. അപ്പം പിന്നെ ആ തരംഗത്തിൽ പോലും അട്ടിമറിക്കപ്പെടാതിരുന്ന ഈ മണ്ഡലം പിന്നീട് പാലാരിവട്ടം പാലം അങ്ങനെയൊക്കെ വന്നു, മറ്റേ പല കേസുകളൊക്കെ വന്നു. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് മാറുമ്പോൾ മകന് ബാറ്റൻ കൈമാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം ഇതൊക്കെ കൂടി വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ്. അല്ലാതെ രാജീവിൻ്റെ ഒരു മികവ് കൊണ്ടായിരുന്നില്ല, എതിർ സ്ഥാനാർത്ഥിയുടെ മികവില്ലായ്മയുടെ ഗുണഭോക്താവായിട്ടാണ് രാജീവ് മാറിയത്. അപ്പോൾ അത് പിന്നെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അവർക്ക് വേണമെങ്കിൽ കഴിയും. അതിന് പറ്റുകയെന്ന് പറഞ്ഞാൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി ഇവിടെ കൊണ്ടുവന്നിടുക. കോൺഗ്രസിന് സീറ്റ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കോൺഗ്രസ് സീറ്റ് കൊടുത്താൽ ലീഗുകാർ പാരവെക്കും. അത് പിന്നെ കൈപ്പത്തിക്ക് ഒരു വോട്ട് ചെയ്യില്ല. കാരണം ഇവർ തമ്മിൽ അത്ര വലിയ യോജിപ്പൊന്നുമില്ല. അപ്പം വേണമെങ്കിൽ ലീഗിലെ എല്ലാ ഗ്രൂപ്പും ഒരുമിക്കും. കാരണം പിന്നെ കോൺഗ്രസിൻ്റെ കാലാകാലം സീറ്റായിട്ട് പോകുന്നുള്ളൂ. ലീഗിൻ്റെ MLA വേണമെന്നാണ് അവർക്ക് ആഗ്രഹം. ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഷിയാസ് ആരെയും വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ കൂടി ഒരുമിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കൊച്ചി സീറ്റും കളമശ്ശേരി സീറ്റും തമ്മിൽ വെച്ച് പറയാനുള്ള സാധ്യതയുടെ വാതിലുകൾ അടഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അത് മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരാളെ പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ PK അബ്ദുറബ്ബ്, പിന്നെ KN ഖാദർ, ഷാഫി ചാലിയം, M ഉമ്മർ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ ഒരാൾക്കായിരിക്കും നറുക്ക് വീഴുക. അത് വളരെ ഉചിതമായ. അങ്ങനെ വരുമ്പം ഇവിടെ എതിർപ്പില്ല. കാരണം ഇവർക്ക് പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ ഇവർക്ക് ശത്രുതയൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാ ഗ്രൂപ്പും ഒരുമിച്ച് പ്രവർത്തിക്കും. അങ്ങനെ വന്നാൽ കളമശ്ശേരി മണ്ഡലം അവർക്ക് പിടിച്ച് എടുക്കാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. ആസ് ഓഫ് നൗ. നാളെ ഈ ചിത്രത്തിൽ മാറ്റം വരാം.